Good evening. Good evening, Miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. All of you, good evening. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില സൗണ്ട്സ് അല്ല ചില വേർഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയില്ലേ? Yes, ma'am. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. എന്നിട്ട് പിങ്ക് പേപ്പറിലൊക്കെ എഴുതിയോ? Yes, ma'am. Yes, ma'am. ചെയ്തു. ഒന്ന് പ്രസന്റ് ചെയ്യാവോ? ആരെങ്കിലും ചെയ്തവര് ഒന്ന് കാണിക്കാവോ വീഡിയോ ഓൺ ചെയ്തിട്ട്? വീഡിയോ ഓൺ ചെയ്ത് ഒന്ന് കാണിക്കാമോ? ആരും ചെയ്യുന്നില്ല. എന്താ മിസ്, ഞാനേ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. റെക്കോർഡ് ക്ലാസ് കാണാൻ ടൈം കിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. കേറിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിലെ. കേറിയിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടില്ല, കാണാൻ ടൈം കിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി അതൊന്ന് ചെയ്യാട്ടോ. അടുത്ത ക്ലാസ്സിലായാലും ഒന്ന് എന്നെ കാണിക്കാം, പ്രസന്റ് ചെയ്യുക ചെയ്തിട്ട്. മിസ് ചെയ്തിട്ടുണ്ടോ? Yes, ചെയ്തിട്ടുണ്ട്. yes, ma'am. ഒന്ന് പ്രസന്റ് ചെയ്യാവോ, കാണിക്കാവോ? വീഡിയോ ഒന്ന് ഓൺ ചെയ്യാവോ? കാണാൻ പറ്റുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? ഇല്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിസിയ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്ന യെസ് മാം, കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? അപ്പൊ എനിക്കാണല്ലോ കാണാൻ പറ്റാത്ത. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. നിസിയ ഒന്നുകൂടി ഒന്ന് ഓണാക്കാമോ? ഓണാക്കാമോ നിസിയ? നിസിയ പോയോ? ഇല്ല, ഞാനിത് ഓണാക്കാമോ? ഞാനിത് ഓൾറെഡി ഓണാണോ? ഓണാക്കി വെച്ചിരിക്കുകയാണോ? അതെ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്.
ഒരു സെക്കൻഡ് കേട്ടോ. ആ ഇപ്പൊ കാണാൻ ലിസിയ. ഇത് ഐയുടെ. ആ ഇത് എയുടെ. എയുടെ എവിടെയാണ്? എയുടെ കാണിക്കുന്നുണ്ടോ? ആ ആ ആ ഓക്കെ ഓക്കെ. ആ കണ്ടു കണ്ടു. ബാറ്റ് മാറ്റ്. ഇത് ഓടെ. ആ ഓക്കെ. ബോക്സ് ഹോൾ. ഓക്കെ. ഇത് യു. ആ യു. ഓക്കെ. ഇത് ഈയുടെ. ഓക്കെ കണ്ടു ട്ടോ. നൈസ്. മറ്റുള്ളവരും ചെയ്യാട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാ. ഇനിയുണ്ടോ? ഇനിയില്ല, കഴിഞ്ഞു. ഓക്കെ വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമ്മള് ഫോണറ്റിക് ഫാം ഗെയിം എന്നും പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ പിങ്ക് സ്കീം ബ്ലൂ സ്കീം പോലെ തന്നെ ഉള്ള ഒന്നാണത്. അതിനകത്ത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 4 or more ലെറ്റർ, 4 അതിൽ കൂടുതൽ ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് ആണ് ഈ ഫോണറ്റിക് ഫാം ഗെയിമിൽ വരുന്നത് കേട്ടോ. അപ്പൊ അത്തരം ചില വേർഡ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം എന്തൊക്കെയാണെന്ന് കേട്ടോ. ഒന്ന് എഴുതി എടുക്കാം നിങ്ങള്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ നിങ്ങക്ക്. 4 ലെറ്റർ വരുന്ന വേർഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ബ്ലൂ സ്കീമിൽ പറഞ്ഞു. ഏതാണ്? ബ്ലൂ സ്കീം. സാൻഡ് ലാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ് ലാൻഡ് ബ്ലൂ സ്കീം പറഞ്ഞു. സാൻഡ് ലാൻഡ് ഹാൻഡ് ഒക്കെ പറഞ്ഞു. ആ പറഞ്ഞിട്ടുണ്ട്. പിങ്ക് സ്കീമിലല്ലേ പറഞ്ഞേ? എന്താണ്? പിങ്ക് സ്കീമിലല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബ്ലൂ സ്കീം അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. തന്നെ അടുത്തത് അത് അവിടെ നോക്കാം നമുക്ക്. അടുത്തത് നമുക്ക് ഗ്രീൻ സ്കീം എഴുതാം. അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗ്രീൻ സ്കീം കേട്ടോ. ഗ്രീൻ സ്കീം എന്ന് പറഞ്ഞാല് AIAEAY എന്നീ ലെറ്റേഴ്സ് ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതിന്റെ ഒരു റെപ്പിറ്റേഷൻ കാണാനായിട്ട് ഈ വേർഡ്സിൽ ബ്ലൂ സ്കീമില് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. സാൻഡ് ലാൻഡ് ഹാൻഡ്. അതെ 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 അത് മതി. അത് മതി നമുക്ക്. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് കേട്ടോ. അത് മാത്രം മതിയാവും. വിൻഡ് പറഞ്ഞു തന്നോ? വിൻഡ്, വിങ്, ട്രിഗ് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നോ മാം. സാൻഡ് ലാൻഡ് നമ്മള് സ്റ്റോപ്പ് ചെയ്തത് എവിടം വരെയാണെന്ന് പറയാമോ? ഏത് സ്കീമാണെന്ന് കൂടി പറയാമോ? ബ്ലൂ സ്കീം 4 or more ഫോണിക് സൗണ്ട്. അതില് സാൻഡ് ലാൻഡ് ഹാൻഡ് ക്രാബ് ക്രാഫ്റ്റ് പ്ലാൻ ഫാക്ട് ടാങ്ക് അത്രേ പറഞ്ഞോളൂ. ഓക്കെ എന്നാ അടുത്തത് എഴുതിക്കോളൂ കേട്ടോ. വിൻഡ് ഐ വരുന്നതാണ് കേട്ടോ. ഇനി ലെറ്റർ ഐ ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതൊന്ന് എഴുതുക. വിൻഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. വിൻഡ്. രണ്ടാമത്തേത് വിങ്.
WING, wing. Then മൂന്നാമത്തത് trig, TRIG, trig. Then crib, CRIB, crib. Then drink, DRINK, drink. Then next one, clip, CLIP, clip. Then next one, wick, WICK, wick. എക്സ്ക്യൂസ് മീ മാം, ആ മാം ഈ വേർഡ്സ് ഒക്കെ എന്തായിട്ട് വരും? എന്താ പറയുന്നത് ഇതിന്? ഇത് ഇപ്പൊ നമ്മള് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു നിസിയ ഞാൻ പറഞ്ഞത്? ഏതായിരുന്നു? പിങ്ക് സ്കീമാണോ? ബ്ലൂ സ്കീം. കഴിഞ്ഞ ക്ലാസ് ഒന്ന് റെക്കോർഡ് ഒന്ന് കണ്ടു നോക്കട്ടെ ജ്യോതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പല സ്കീമുകളിൽ വരുന്ന, അതായത് നമ്മൾ സൗണ്ട്സുകൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഓരോ വേർഡ്സ് ലെറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഒരു സ്കീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് ബ്ലൂ സ്കീമാണ് കേട്ടോ. ബ്ലൂ സ്കീം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മാം, ഞാൻ നോക്കാം, ക്ലാസ് നോക്കാം. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആ ഓക്കെ. ദെൻ അടുത്തത് കിങ് കേട്ടോ. കിങ്, പിങ്ക് കഴിഞ്ഞിട്ട് കിങ്. ഇനി അടുത്തത് ഈ ലെറ്റർ വരുന്നതാണ് കേട്ടോ. ഈ ലെറ്റർ വരുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പിങ്ക് സ്കീമിൽ എഴുതിയ പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ടെസ്റ്റ്, TEST, ടെസ്റ്റ്. The next one, best, BEST. Then left, LEFT, left. Then അടുത്തത് lend, LEND, lend. The next one, wend, WENT, wend. Then well, WELL, well. Then അടുത്തത് press, PRESS, press. Then nest, NEST, nest. Then അടുത്തത് ഇത് ഈ തരുന്നതൊക്കെ നമുക്ക് ഈ മോഡ്യൂളിൽ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അതിനകത്ത് ജസ്റ്റ് വെറുതെ പറഞ്ഞിട്ടുള്ളൂ. പിങ്ക് സ്കീം, ബ്ലൂ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ വരുമ്പോൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. പ്രാക്ടിക്കലി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുബീനെ സൂപ്പർവിഷൻ കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നോ ജ്യോതിയോട്? ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടില്ല, ഇതിനകത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് നിങ്ങൾ തനിയെ ചെയ്യാം. അപ്പൊ ഒരു കുട്ടി കാണിച്ചത് കണ്ടോ ജ്യോതി? ഇല്ല, ഞാൻ ലേറ്റ് ആയിട്ടാ കേറിയത്, ഞാൻ കണ്ടില്ലായിരുന്നു. ഒന്ന് ജ്യോതിയോടൊന്ന് ഷെയർ ചെയ്യട്ടെ. നിങ്ങള് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ, അറിയാവുന്ന ആളുകൾ എങ്ങനെയാണെന്ന്. ഓക്കെ, മുബീന ആരെങ്കിലും ഒരാള് ജസ്ന ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്ന് ഷെയർ ചെയ്യാനോട്ട് ചോദിക്കുക. അതെ, ഗ്രൂപ്പില് ഇടാൻ പറയാൻ സിയാടെ അടുത്ത്. എന്റെ അടുത്തില്ല, ക്ലാസ്സിൽ കയറാൻ ഞാൻ കൊണ്ടേ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടില്ല. സിയാടെ അടുത്ത് പറയാം, ഗ്രൂപ്പിൽ ഇടാൻ പറയാം. ഓക്കെ. ലോങ്,
ലോങ് വരുന്നുണ്ട്. അടുത്തതായിട്ട് ഓ ലെറ്റർ ആയിട്ട് വരുന്നതാണ് കേട്ടോ അടുത്തത് എഴുതേണ്ടത്. ലോങ്, ഡ്രോപ്പ്, ക്രോപ്പ്, ക്ലോക്ക്, പ്ലോട്ട്. ഒന്നുകൂടി പറയാം. ലോങ്, ഡ്രോപ്പ്, ക്രോപ്പ്, ക്ലോക്ക്, പ്ലോട്ട്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഗ്രീൻ സ്കീമിൽ വരുന്ന ചില വേർഡ്സുകളാണ് കേട്ടോ. ഗ്രീൻ സ്കീം. ഓക്കെ, ഇതിനകത്ത് വരുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാല് എ ഐ. ഒന്ന് നിങ്ങൾ ഒന്ന് എഴുതി എടുക്കുക കേട്ടോ. എ ഐ സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. എ ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഐ എഴുതാം. എ ഐ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓരോ വേർഡ്സും പറഞ്ഞു തരുമ്പോ മനസ്സിലാവും ഏതൊക്കെയാണ് അങ്ങനെ വരുന്നതെന്ന് കേട്ടോ. എ ഐ, എ ഇ, AE, then AY. ഇത്തരം ലെറ്റേഴ്സ് വേർഡ്സുകളിൽ ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വേർഡ്സ് ഗ്രീൻ സ്കീമിലാണ് പെടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നെയിൽ ആണ്. നെയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നെയിൽ ഏത് ലെറ്റേഴ്സ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക? നെയിൽ AI അല്ലേ? The next one, male. Then അടുത്തത് maid. 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 Next one, tail. 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 ഇനി അടുത്തത് പെയിന്റ്. PAINT. പെയിന്റ്. ഗെയിൻ. GAIN. ഗെയിൻ. The next one, snail. 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 The next one, train. 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 The next one, paid. 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 Okay. ഇനി അടുത്തൊരു വേർഡ് ഞാൻ പറയാം. ഗ്രേഡ്. ഏത് ലെറ്റേഴ്സിനെയാണ് നമുക്ക് ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുക? ഗ്രേഡ്. AI ആണോ, AE ആണോ, AY ആണോ? AE അല്ലെ? ആ, ഗ്രേഡ് കേട്ടോ. ഗ്രേഡ്. ബേറ്റ്. BATE. ബേറ്റ്. The next one, escape. 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 Then break. BRAKE. Break. Then flame. 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 അടുത്തത് brave. 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 മാം ഇതില് ഒരുമിച്ച് വരൂലേ വാക്കുകള്? AE ഒരുമിച്ച് വരും. ആ വേർഡിൽ കാണാനായിട്ട് സാധിക്കും. അല്ല, ഈ ഫ്ലെയിമിലൊക്കെ FLAME അല്ലേ? അപ്പൊ നടുക്ക് വരും. വരുന്നില്ലേ അവിടെ? AE വരുന്നില്ലേ? അപ്പൊ നടുക്ക് M വരുമല്ലേ? എന്താണ്? ഫ്ലെയിം FLAME അല്ലേ? അതെ. അപ്പൊ അതില് എയുടെയും ഇയുടെയും നടുക്ക് M വരുമല്ലേ? അതിനെന്താണ്? അതിന് കുഴപ്പമില്ല. അത് സാരില്ല. ആ വേർഡ്സ് ലെറ്റേഴ്സ് അവിടെ റിപ്പീറ്റ് വന്നാൽ മതി. ആ സ്ട്രക്ചർ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ. Then take.
TAKE, take. മാം ഒരു ഡൗട്ട്. നമ്മൾ ഫസ്റ്റ് വരുന്ന AI പിന്നെ EAAY ആണോ അതോ AE ആണോ വരുന്നത്? AE ആണോ? വേർഡ്സ് എഴുതുമ്പോ ഈ AEയുടെ കാറ്റഗറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. AE. അപ്പൊ നിങ്ങള് അത് ചാർട്ട് പേപ്പറിൽ എഴുതുമ്പോൾ പ്രത്യേകിച്ച് എഴുതാം. അപ്പൊ AI തുടങ്ങിയ വാക്കുകൾ ഏതൊക്കെയാണെന്ന് അതൊരു കാറ്റഗറി ആയിട്ട് എഴുതാം. AE തുടങ്ങിയ വാക്കുകൾ ഏതാണെന്ന് അതൊരു കാറ്റഗറി ആയിട്ട് എഴുതാം. അതിന്റെ മുകളിൽ ഹെഡിങ് ആയിട്ട് അത് എഴുതിയിട്ട് വേണം ഈ വേർഡ്സ് എഴുതാനായിട്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? മാം ഇപ്പൊ ഗ്രീൻ സ്കീം ആണെങ്കിൽ ആ ഗ്രീൻ സ്കീം എന്ന് പറഞ്ഞിട്ട് AI AE AY എന്നുള്ളത് കൊടുത്തിട്ട് അതിന് താഴെ അങ്ങനെ എഴുതണോ? ഗ്രീൻ ചാർട്ട് പേപ്പർ ഉപയോഗിക്കണം കേട്ടോ. ഗ്രീൻ ചാർട്ട് പേപ്പർ. ഇതാകുമ്പോ ബ്ലൂ ചാർട്ട് പേപ്പർ. അതിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത്, അതായത് സ്കെച്ച് പെൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തതായിരിക്കണം. ബ്ലൂ ചാർട്ട് പേപ്പറിലൊക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടി എടുത്ത് കാണിക്കും. ബ്ലൂ എന്ന് പറഞ്ഞാല് കടുപ്പുള്ളൊരു കളറല്ലേ, കുറച്ചും കൂടി ഇതായിട്ടുള്ളൊരു കളറല്ലേ, അതിന്റെ ഇതായിരിക്കുന്ന സ്കെച്ച് പെൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ പിങ്ക് സ്കീം ആണെങ്കിൽ പിങ്ക് ചാർട്ട് പേപ്പറിൽ എഴുതണം. അപ്പൊ ഗ്രീൻ സ്കീം ആകുമ്പോൾ ഗ്രീൻ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് AI തുടങ്ങിയ വേർഡ്സ് എന്തൊക്കെയാണെന്ന് AI നമ്മുടെ ഹെഡിങ് കൊടുക്കുക. ഇതേപോലെ തന്നെ A ഇടാം, ഒരു ഹൈഫൺ ഇടാം, I ഇടാം, എന്നിട്ട് ആ വേർഡ്സ് അങ്ങനെ തന്നെ എടുത്തെഴുതാം. പിന്നെ അടുത്തൊരു ചാർട്ട് പേപ്പറിൽ AE എന്ന് തുടങ്ങുന്ന, അതായത് ആ ലെറ്റർ വരുന്ന വേർഡ്സുകൾ അതൊരു കാറ്റഗറി ആയിട്ട് എഴുതാം. ലാസ്റ്റ് വൺ AY വരുന്ന വേർഡ്സും ഒരു കാറ്റഗറി ആയിട്ട് എഴുതാം. പിങ്ക് കളറിലുള്ള ചാർട്ട് പേപ്പറിൽ വേണം ഇത് നിർബന്ധമായിട്ടും എഴുതാൻ കേട്ടോ. ഓക്കെ. 3 ചാർട്ട് പേപ്പർ വേണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാ ഒരു ചാർട്ട് പേപ്പർ തന്നെ 3 പീസ് ആക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ നിസിയെ കാണിച്ചില്ലേ, ആ വലിപ്പം മതി. മനസ്സിലായില്ലേ? കണ്ടില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പൊ ഒരു ചാർട്ട് പേപ്പറിന് 3 പീസ് ആക്കി ചെയ്താൽ മതി. ഒരു ബോക്സ് ഇല്ലേ, കുട്ടികൾ ഉപയോഗിക്കുന്ന ബോക്സ് ഇല്ലേ, സാധാ നമ്മള് പെൻസിലും സ്കെയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് ഇല്ലേ സാധാ, അതിന്റെ വലിപ്പത്തിൽ നമ്മൾ ചാർട്ട് പേപ്പർ എടുത്താൽ മതി. മനസ്സിലായോ? അതിനൊക്കെ എഴുതാം. പിന്നെ അടുത്തത് ലേക്ക് ആണ് കേട്ടോ. ലേക്ക്, LA. ഇത് എല്ലാവരും ചെയ്യണോ? ഈ ഗ്രീൻ സ്കീം, ബ്ലൂ സ്കീം, പിങ്ക് സ്കീം? അതെ അതെ, എല്ലാവരും ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ പ്രാക്ടിക്കൽസ് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്കീമിന്റെ കാര്യം എല്ലാവരും ചെയ്യണം അല്ലേ? അതെല്ലാവരും ചെയ്യണം. എല്ലാവരോടും റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then lake, then last one blame, BLAME, blame. Then ഇനി അടുത്തതാണ് AY കേട്ടോ. AY ലെറ്റേഴ്സ് വരുന്ന വേർഡ്സുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഡേ, DAY, ഡേ. രണ്ടാമത്തെ വേർഡ് ക്ലേ. മൂന്നാമത്തത് സേ. നാലാമത്തത് പ്ലേ ആണ്, പ്ലേ. Then spray, 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 spray. Then May, MAY, May. Then Ray, RAY, Ray. The last one, Bay. ഇത്രയും വേർഡ്സുകളാണ് AYയിൽ വരുന്നത് കേട്ടോ. ഓക്കെ.
അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൊണറ്റിക്സിന്റെ ഭാഗം നിങ്ങൾക്ക് ജിഷ് ടീച്ചറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീച്ചറോ ആയിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽസ് നിങ്ങൾ ചെയ്തിട്ട് ഏത് സമയം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കും എന്റെ ക്ലാസ് ഉണ്ടായിരിക്കുമ്പോൾ എന്നാണ് ഞാൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കൽസ് ചെയ്യേണ്ട? ഫെബ്രുവരി 20 ആണോ? ആ, ഫെബ്രുവരി 20 വരെ എന്താ പറയാ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രാക്ടിക്കൽസ് ഓരോരുത്തരുടെയും ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് പ്രസന്റ് ചെയ്യാം. മുബിനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഒരു പിങ്ക് സ്കീം ചെയ്തു, അതേപോലെ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒരാൾ ചെയ്തു, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെയ്യാം. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ്, നിങ്ങളുടെ എളുപ്പത്തിനാണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആകുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മുബിനെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ ഞാൻ ചെയ്യണം, ഒരാൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്യണം ഉണ്ടോ? അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പരമാവധി ചെയ്യാവുന്ന അത്ര നിങ്ങൾ ചെയ്യാം. ആരെയും കമ്പലേൽപ്പിക്കുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അത്. ഒരാള് അറ്റ്ലീസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. ഓക്കെ, ചെയ്യാത്തവരുണ്ടാവും പലരും. നമുക്കറിയാലോ, നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ കഴിഞ്ഞപ്പോ കുറെ ആളുകൾ ചെയ്തു, കുറെ ആളുകളൊന്നും ചെയ്തില്ല. അപ്പോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലാവുമ്പോ നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം, അന്യോന്യം അറിയാം. അതുകൊണ്ട് തന്നെ മുബീനെ ഏൽപ്പിച്ചത്. അതാവുമ്പോൾ കൂടുതൽ എളുപ്പമാണെന്ന് തോന്നി. അപ്പൊ ലാസ്റ്റ് എനിക്ക് മുബീനെ അയച്ചിട്ട് മുബീനെ ഇന്നും അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു നെറ്റ് ആക്ടിവിറ്റി എന്തുകൊണ്ട് ബാക്കിയുള്ളത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക്. കാരണം നമ്മളിവിടെ നിങ്ങൾ 29-ാം തീയതി വരുന്നേ. ഓക്കെ, 29-ാം തീയതി വരില്ലേ? ഇപ്പൊ ചെയ്ത കാര്യങ്ങള്, ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് ഓരോ ചാർട്ട് പേപ്പറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്. സെറ്റിന്റെ ഒക്കെ പ്രാക്ടിക്കൽസ് ആക്ടിവിറ്റി ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ പറ്റാവുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക, ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കാണിക്കുക. അതൊക്കെ ഒരു സന്തോഷമല്ലേ? അപ്പൊ എത്രത്തോളം നിങ്ങൾ ചെയ്തു നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ നിങ്ങൾ എന്തായാലും വരുന്നു. അപ്പൊ കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ കഴിയാവുന്നത് കയ്യിൽ പിടിച്ച് കൊണ്ടുവരിക കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫൊണറ്റിക്സിന്റെ ഏരിയ ജിഷ് ടീച്ചർ അല്ലെങ്കിൽ വേറൊരു ടീച്ചർ എടുക്കുന്നതാണ്. ഫൊണറ്റിക്സ് കൂടുതൽ ടീച്ചർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നി. ഞാൻ ഇനി അടുത്തത് എടുക്കാം. പിന്നെ പ്രാക്ടിക്കൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലാംഗ്വേജ് ഏരിയയിൽ അത് മാത്രമാണ്. പിന്നെ പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഇപ്പൊ പറഞ്ഞു തന്നത് കേട്ടോ. നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ലാസ്റ്റത്തെ ഏരിയയാണ്, മോണ്ടിസോറി കൾച്ചറൽ ഏരിയ. ഓക്കെ, ആദ്യം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറയാ കേട്ടോ, തമ്പ് ചെയ്യാം. ജ്യോതി വായിച്ചു കഴിഞ്ഞോ? ജ്യോതി യെസ് മാം. എന്താ മനസ്സിലായത് ഇൻട്രൊഡക്ഷനില്? അതായത് മനുഷ്യനാണ് ഈ യൂണിവേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കഴിവുള്ള ഒരു ജീവി എന്ന് പറയുന്നത്. സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ജീവി, ക്രീച്ചറാണ് മനുഷ്യൻ. അപ്പോ നമുക്ക് അതിനുള്ള ഒരു അഹങ്കാരമല്ല വേണ്ടത്, അതിനുള്ള ഒരു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്, നമുക്ക് നേച്ചറായിട്ട് എന്തൊക്കെയാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക, നമുക്ക് എന്തൊക്കെ നേച്ചർ തന്നോ അത് നമ്മൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ബാലൻസിൽ ജീവിക്കണം. അല്ലാതെ ഇവിടെ ഞാൻ മാത്രം മതി, മറ്റുള്ളവർ വേണ്ട എന്നൊരു കൾച്ചർ വേണ്ട. അപ്പോ റെസ്പെക്ട്, തിരിച്ച് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. അപ്പോ അത് കുട്ടികളിൽ, നമ്മളിപ്പോ ഒരു മനുഷ്യനായിട്ട് നമ്മൾ എവോൾവ് ആവുന്നത് ഫസ്റ്റ് കുട്ടിയായിട്ട് ജനിച്ചിട്ടാണ്. അപ്പോ ആ കുട്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടി എന്തൊക്കെയാണ് കാണുന്നത്, അപ്പോ അതിനോടുള്ള ഒരു റെസ്പെക്റ്റ് ആണ് വേണ്ടത്. അതിനോടുള്ള നമുക്കൊരു എന്താണ് പറയാ, ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോ ഏതൊരു ജീവി ജീവിക്കുകയാണെങ്കിലും അതിനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട് ജീവിക്കാൻ. അതാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോ അത് അങ്ങനെയാണ് ലൈഫ് എവോൾവ് ആവുന്നത്. ഇപ്പോ ഒരു മാനിനെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ, ആ മാന് കൊന്നു കഴിഞ്ഞാല് ടൈഗറിനെ നമ്മൾ കൊല്ലാണ്. അപ്പൊ മാനിനെ തിന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൃഗത്തിനെ കൊന്നു, ഒരു ടൈഗറിനെ കൊന്നു. അങ്ങനെ കണ്ട ടൈഗേഴ്സിനെ ഒക്കെ കൊന്നു കഴിഞ്ഞാല് ഡിയറിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവും. അതോടെ എല്ലാ എന്താണ് പ്ലാന്റ്സ് ഒക്കെ ഇതായി പോകുന്ന പറയുന്നത്. ഡിയറും അങ്ങനത്തെ വെജിറ്റേറിയൻ ആനിമൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഉള്ള പ്ലാന്റ്സ് ഒക്കെ അത് തിന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഫുഡ് വെബും
എക്കോളജി ഒക്കെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും. അതുപോലെ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് ഇപ്പോൾ വെള്ളമാണെങ്കിലും ഏതാണെങ്കിലും ആ കിട്ടുന്ന റിസോഴ്സിനെ നമ്മൾ പാഴാക്കാതെ നമ്മൾ സൂക്ഷിക്കുക, അതിനൊപ്പം നമ്മൾ ജീവിക്കുക, റിസോഴ്സസിനൊക്കെ നമ്മൾ സേവ് ചെയ്യുക, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ടെൻഡൻസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ ടെൻഡൻസിനെ കുറിച്ചിട്ട് ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങള്. 14 ടെൻഡൻസീസ്. അതെ അതെ, ഹ്യൂമൻ ടെൻഡൻസീസ് പറഞ്ഞിട്ട് അതിൽ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡർ, ഇൻട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, പെർഫെക്ഷൻ, ഇൻഡിപെൻഡൻസ്. അപ്പോ ഈ ടെൻഡൻസി അങ്ങനെ 14 ടെൻഡൻസീസ് എന്തോ ഉണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ആനിമൽ ആണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ആനിമൽ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ കൾച്ചറിൽ നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ ആർക്കെങ്കിലും? നസീമ, സബീക, എക്സ്ട്രാ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? അത് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? സബീക വായിച്ചോ? യെസ് മാം, ഇതൊക്കെ തന്നെ ഉള്ളൂ. ചേച്ചി പറഞ്ഞതൊക്കെ തന്നെ ഇതിന്ന് മനസ്സിലായത് അല്ലേ? ഓക്കെ. അതായത് ഭൂമിയില് വൈവിധ്യമാർന്ന ജീവജാലങ്ങളുണ്ട്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ട് അല്ലെ? അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും ഇടയില് മനുഷ്യൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്? ഡിഫറെന്റ് ആണ്. മാൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എങ്ങനെയാ? സംസാരിക്കുന്ന ശേഷിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ബ്രെയിൻ നടക്കാൻ പറ്റും. എന്താ സംസാരിക്കാനുള്ള ലെഗ് പറഞ്ഞ 2 കാലിൽ നടക്കുന്നത് മനുഷ്യരല്ലല്ലോ. 2 കാലില് നടക്കുന്നത് അല്ലെ? പിന്നെ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അതാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അല്ലെ? ചിന്തിക്കാനുള്ള ശേഷി, വിവേകപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷിയില്ലേ മനുഷ്യന്? മറ്റ് ജീവജാലങ്ങളൊക്കെ അതുണ്ടോ? ഉണ്ടോ ഇല്ലയോ? മറ്റാളുകൾ മറ്റ് ജീവജാലങ്ങളെ ചിന്തിക്കോ? അങ്ങനെ ഇല്ല അല്ലെ? അത്രയും ചിന്തിക്കില്ല. അത്രയും അത്രയും ചിന്തനയില്ല. ചിന്തയേ ഇല്ല. അപ്പോ മനുഷ്യനാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ശക്തനാണ് അല്ലെ? സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാ ഹ്യൂമൻ ബീയിങ്സും. മറ്റുള്ളവര് എന്ത് നമുക്ക് അല്ലെങ്കിൽ എന്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ വിൽ പവർ കൊണ്ട് ഈ ലോകത്ത് എന്ത് നേടിയെടുക്കാനും എന്തിനെ കൊന്നെടുക്കാനൊക്കെ മനുഷ്യന് സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് മനുഷ്യൻ ഉത്തരവാദികളാണ്. അവന് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവൻ റെസ്പോൺസിബിൾ അല്ലേ? ലോകത്ത് ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡേ ടു ഡേ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്നതിൽ മനുഷ്യന് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അവനല്ല ഉത്തരവാദിത്തമുള്ളത്. ലോകത്തെ മാറ്റിമറിക്കുന്നത് ആരാണ്? മനുഷ്യനാണോ ദൈവമാണോ? ആരാണ് മാറ്റിമറിക്കുന്നത്? മനുഷ്യൻ തന്നെ മാം. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാക്കിയതും മനുഷ്യൻ തന്നെയാണ്. പല ഇത് നമ്മൾ കാണാറുണ്ട് അല്ലെ? എന്താ പറയാ, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബലൈസേഷൻ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പൊ മാറ്റങ്ങൾക്കൊക്കെ കാരണം മനുഷ്യൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീയിങ് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങുകയും എന്നാൽ പ്രകൃതിയിൽ കടന്നുകയറ്റങ്ങൾ കുറേയധികം പ്രകൃതിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നു. അതായത് അവനെ ഇണങ്ങാനും അറിയാം, പ്രകൃതിയായിട്ട് അവനെ കൂടുതൽ മിങ്കിൾ ചെയ്യാനും അറിയാം, എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കാനും ആർക്കറിയാം? ഈ മനുഷ്യന് അറിയാം. മനുഷ്യൻ സ്വന്തം അതായത് റിസോഴ്സസ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? കുറേയധികം റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അവന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാണ്? തീർന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. അപ്പൊ അതും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്റേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. നമ്മളിപ്പോ കൾച്ചറൽ ഏരിയ ആണ് പഠിക്കുന്നത്. അപ്പൊ കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല ക്യാരക്ടറിസ്റ്റിക്സും ഒരു മനുഷ്യരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് പഠിച്ചത്? മനുഷ്യന് പിന്നെ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ. അതെന്താന്ന് വെച്ചാൽ ഒരു ട്രാജഡി, എന്തെങ്കിലും ഒരു ദുരന്തം നടക്കുന്ന സമയത്താണെങ്കിൽ കൂടുതൽ മൃഗങ്ങൾക്കാണ് അത് അറിയാൻ പറ്റുന്നത്, മനുഷ്യർക്ക് അറിയില്ല. അത് ശരിയായിട്ടുള്ളൊരു ഫാക്ടറാണ് പറഞ്ഞത്. ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്ന മൃഗങ്ങൾക്കാണ്. ഓക്കെ, ശരിയാണ്. പിന്നെന്താണ് ഞാൻ പറഞ്ഞു, കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ. ഇതിനെ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം? പ്രകൃതിയുമായിട്ട് കുട്ടികളെ നമുക്ക് കൂടുതൽ എങ്ങനെ ഇണക്കിയെടുക്കാനായിട്ട് സാധിക്കും? സറൗണ്ടിങ്സുമായിട്ട്, ചുറ്റുപാടുകളുമായിട്ട് കുട്ടികളെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് എങ്ങനെയാ സാധിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ബട്ടർഫ്ലൈസ്, അതേപോലെ പക്ഷികള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, പിന്നെ മരങ്ങളെ കുറിച്ചിട്ടും എല്ലാം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവര് കൂടുതൽ അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നത് പോലെ നമുക്ക് പിന്നെ പുഴകള് അങ്ങനെയൊക്കെയുള്ള എങ്ങനെയാണ് ജ്യോതി? സീമ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു നേച്ചർ വാക്കോ നേച്ചർ ട്രിപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഒരു സൂലോ കൊണ്ടുപോവാ, ആനിമൽസിനെ കാണിക്കാം, പിന്നെ ഗാർഡനിലേക്ക് കൊണ്ടുപോവാം, ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് കൊണ്ടുപോവാം, പിന്നെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ പുരാതന വസ്തുക്കളെ കാണിക്കാം, മോണ്യുമെന്റ്സിനെ കാണിക്കാം, അതെങ്ങനെ പ്രിസർവ് ചെയ്യാം. അപ്പൊ നമ്മളത് പാഴാക്കാതെ ഇപ്പോ ടൂറിസ്റ്റുമാരൊക്കെ വരുന്നുണ്ട് കാണാൻ. അപ്പൊ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയണം, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ പ്രിസർവ് ചെയ്യുന്ന മോണ്യുമെന്റ്സിനെ കാണിക്കാം, സൂനെ കാണിക്കാം, ബൊട്ടാനിക്കൽ ഗാർഡന്, ഇങ്ങനെ ഓരോ വാട്ടർ സൈക്കിൾ എന്താണ് അതിനെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി കാണിച്ചു കൊടുക്കാം. മഴ പെയ്യുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്, അവരെ കൊണ്ട് ചിന്തിക്കാനുള്ള ഒരു ഇത് ആകാംക്ഷ ഡെവലപ്പ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഈ അവരെ കൊണ്ട് ഈ ഒട്ടിക്കാം, ഈ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഫ്ലവേഴ്സ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ബുക്കിൽ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇലകളൊക്കെ പ്ലക്ക് ചെയ്തിട്ട് യുക്കാലി ഇല, ഓരോ ഹൈബിസ്കസിന്റെ ഇല, അങ്ങനെ ഓരോത്തിന്റെ പ്ലാന്റ്സിന്റെ ലീവ്സ് കളക്ട് ചെയ്തിട്ട് ബുക്ക് കളക്ഷൻ ആക്കി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മള് പ്രീ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ഈ അവരുടെ വോളില് നേച്ചറായിട്ടുള്ള ഓരോ ഡ്രോയിങ്സ് ഒക്കെ കാണുന്നു. ഡ്രോയിങ്സ്, പലതരത്തിലുള്ള ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, അത് ഈ കുട്ടികളെ നേച്ചറിനോട് കൂടുതലായിട്ട് അടുപ്പിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് അത് വരയ്ക്കാനും, അത് കാണുമ്പോൾ ചില കുട്ടികൾക്ക് വരയ്ക്കാനും ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. പിന്നെ അവർക്ക് ടോയ്സ്, ലീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കി കൊടുക്കാം. തൊപ്പി, മാല, വാച്ച്, ഹെലികോപ്റ്റർ ഒക്കെ ഓലയൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തില്. അപ്പൊ അവർക്ക് അത് ഏതിന്റെ ഇലയാണെന്നൊക്കെ നമുക്കപ്പൊ അതിനോടൊപ്പം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോ കുട്ടികളിലാണ് നമ്മൾ ഡെവലപ്മെന്റ് നടത്തേണ്ടത്. അതായത് ഈ ഒരു എന്താ പറയാ, നേച്ചറുമായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ കുറിച്ച് കൂടുതൽ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവയർനെസ് കൊടുക്കണം. അപ്പൊ അവയർനെസ് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, നേച്ചറിനെ കുറിച്ച് നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവയർനെസ് കൊടുക്കാം. അപ്പോ കുട്ടി തന്റെ എൻവയോൺമെന്റിൽ കാണുന്നതിനോട് കൂടുതൽ ഇഷ്ടം വളർത്തിയെടുക്കുക ചെയ്യുന്ന. ഇപ്പൊ ഓരോ ജ്യോതി പറഞ്ഞ പോലെ കുട്ടികളെ സൂയിൽ കൊണ്ടുപോയി കുറെ ആനിമൽസിനെ കാണിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ ബേർഡ്സിനെ ഒക്കെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാം. നമ്മുടെ വീട്ടിലെ ചുറ്റും ധാരാളം എന്താ പറയാ, ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, തത്തമ്മയുണ്ട്, കാക്കയുണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ കാണുന്നതിലൂടെ അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് അതിനോടുള്ള ഇഷ്ടം കൂടുക ചെയ്യുന്നത്. അപ്പൊ സറൗണ്ടിങ്സിനെ അവര് അത്തരത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടു വരികയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എക്കോസിസ്റ്റം എന്ന് പറയുന്നുണ്ട് അല്ലെ, ആവാസ വ്യവസ്ഥ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ?
ജീവികൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അല്ലെ. ഒന്ന് ഒന്നിന്റെ ഭക്ഷണമാകുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്. അപ്പൊ അതിന്റെ പ്രാധാന്യം, ഫുഡ് ചെയിൻ എന്തായിരുന്നു? ആ ഫുഡ് ചെയിൻ ഒന്ന് ഓർത്തെടുക്കാമോ? നമ്മൾ പഠിച്ച എക്കോസിസ്റ്റത്തിൽ ഫുഡ് ചെയിൻ എന്തായിരുന്നു? ഫുഡ് ചെയിൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒന്നുണ്ടെങ്കിൽ ഒന്നിന് എന്താ പറയാ ഭക്ഷണമോ, അല്ലെങ്കിൽ ഒന്നിന്റെ എന്താ പറയാ ഇല്ലായ്മ മറ്റൊന്നിന്റെ ഡാമേജിന് അല്ലെങ്കിൽ നാശനത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പൊ പരസ്പരം നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിലെ ജീവികൾ തമ്മിൽ പരസ്പരം ഡിപ്പെൻഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പരസ്പരം ആശ്രയിച്ചിരിക്കണം അവര്. ഒന്ന് ഓർത്തു നോക്കിയേ, എന്താണ് കിട്ടുന്നില്ലേ? പുല്ല് പുൽച്ചാടിയെ തിന്നു, പുൽച്ചാടിനെ തവള തിന്നു, തവളയെ പാമ്പ് തിന്നു, പാമ്പിനെ പരുന്ത് തിന്നു. കേട്ടിട്ടില്ലേ നിങ്ങള്? ആ ഫുഡ് ചെയിൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? യെസ് മാം. യെസ് മാം. ഇപ്പൊ മനുഷ്യർ തന്നെയാണ് എല്ലാം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഫോറസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ, നേരത്തെ എന്ന് പറയുമ്പോൾ മാവ്, പ്ലാവ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം വെട്ടിമാറ്റി തേക്കും തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആനകൾ ഇറങ്ങുന്നുണ്ട്, അതേപോലെ മയില്. അതൊക്കെ കാരണം നമുക്ക് അന്ന് കാടുകളിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊക്കെ നമുക്ക് പൊതുവെ നമ്മുടെ വീടുകളിലൊക്കെ ആ ഭാഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുക. കാരണം അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത ഇല്ല, സിറ്റുവേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പൊ ആനകളാണെങ്കിലും ഇപ്പൊ ചക്ക, പ്ലാവൊക്കെ കഴിഞ്ഞ് ഈ താഴത്തെ വീടുകളിലൊക്കെ വന്നിട്ട് നശിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് കാടിൽ അതിനുള്ള ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ജനങ്ങളുടെ പിന്നെ ജനങ്ങൾ വെച്ച് പിടിപ്പിച്ച പ്ലാവുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫോറസ്റ്റിൽ അതില്ല, അവരിപ്പോ അവിടെ തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, ഒന്നൊന്നിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റ് മുന്നോട്ട് പോകാന്ന് പറയുന്നത്. അതില്ലെങ്കിൽ മനുഷ്യര് തന്നെ നിലനിൽക്കുന്നത് ബാധകമാകും. മനുഷ്യര് തന്നെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല ഈ ജീവജാലങ്ങളൊക്കെ ഇല്ലെങ്കിൽ. അപ്പോ ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് ഇത് കുട്ടികൾക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കണം. ചെറിയ ക്ലാസ്സിലൊക്കെ എന്തിനാണത് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്? എന്തിനാ ഫുഡ് ചെയിനൊക്കെ? എന്തിനു വേണ്ടിയിട്ടാ? ടെക്സ്റ്റ് ബുക്കില് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ മാത്രല്ല, എല്ലാ ജീവജാലങ്ങളും ഓരോരുത്തരുടെ മേലെ ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുകയാണ്. നമുക്ക് അവരുടെ മേലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവരും വേണം, എല്ലാം വേണം. ആ ഒരു മെസ്സേജ് ആണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ സറൗണ്ടിങ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഓക്കെ, സറൗണ്ടിങ്സിനെ, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, അതായത് മെഷർ ചെയ്യാനും സോർട്ട് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ കമ്പയർ ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ ആയിട്ടൊന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. കുട്ടി ഒരു പ്രാക്ടിക്കൽ മെറ്റീരിയൽ കയ്യിലെടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അതവൻ മെഷർ ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ പല ആക്ടിവിറ്റികളും ചെയ്ത് കഴിഞ്ഞാലല്ലേ മെഷർ ചെയ്യുന്നില്ലേ കുട്ടി? ഒന്ന് ഓർത്ത് നോക്കിയേ. സ്പൂണിങ് ആക്ടിവിറ്റി ചെയ്തു, ഒരു നിശ്ചിത എമൗണ്ടിലല്ലേ ഇത് എടുക്കുന്നേ? ആണോ? അല്ലേ? അത് മെഷർ ചെയ്യാൻ പഠിക്കുന്നു, അതുപോലെ സോർട്ട് ചെയ്യാൻ പഠിക്കുന്നു. അപ്പൊ മെറ്റീരിയൽസ് തമ്മിൽ സോർട്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ അറേഞ്ച് ചെയ്യാൻ. ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? അതൊക്കെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് കുട്ടി പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, നമ്മൾ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ, എന്താണ് ചുറ്റുപാടിൽ സംഭവിക്കുന്നത്, ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടി ക്വസ്റ്റ്യനിങ്, ചോദ്യം ചെയ്യാനായിട്ട് പഠിക്കുന്നു, ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു, കൂടുതൽ അന്വേഷണങ്ങൾ, അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ അവൻ നടത്തുന്നു. ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് അല്ലെ, മോണ്ടിസോറി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്, പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, പ്രോബ്ലം സോൾവിങ് നിങ്ങൾ തന്നെ കാണാറുണ്ട്, ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താറുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയാ കുട്ടി എന്ന നിലയിലും ഒക്കെ എന്താണ് കൂടുതൽ ഡെവലപ്മെന്റിന് കാരണമാകുന്ന ചില ഘടകങ്ങളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്
പഠനം ഫോഴ്സ്ഫുൾ ആക്കാതെ ടെൻഡൻസീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് മോണ്ടിസോറി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ടെൻഡൻസീസ് ഉണ്ട്, കുറെ അധികം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. 14 ടെൻഡൻസീസ് ആണുള്ളത്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് മോണ്ടിസോറി എൻവയൺമെന്റിലെ കുട്ടി പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. കുട്ടി ബിഹേവ് ചെയ്യാൻ ഉൾപ്പെടെ പഠിക്കുന്നത് പല ടെൻഡൻസീസും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതുമൂലം കുട്ടിക്ക് കൾച്ചറൽ അഡോപ്ഷൻ നടക്കുന്നു. കൂടുതലായിട്ടുള്ള, അതായത് കൾച്ചറൽ വാല്യൂസും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി ഇതിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിയ മോണ്ടിസോറി പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളുടെയും പരസ്പര ബന്ധത്തില് ഊന്നൽ നൽകുന്നുണ്ട്. ഈ 14 ടെൻഡൻസീസ്, കുറെ ടെൻഡൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങള്. അപ്പൊ ഇത്തരം ടെൻഡൻസീസ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് മോണ്ടിസോറി പഠനത്തിൽ കൂടുതലും ഇത് എന്താ പറയാ ഇൻഫ്ലുവൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ആർട്ട്, മ്യൂസിക്, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ മോണ്ടിസോറി പഠനം ശരിക്കും സ്ട്രോങ് ആക്കിയിരിക്കുന്നത് മരിയ മോണ്ടിസോറി. അതുപോലെ തന്നെ എൻവയൺമെന്റൽ എക്സ്പീരിയൻസിനെ പഠന അന്തരീക്ഷത്തിലേക്ക് സമന്വയിപ്പിക്കുന്നു. അതായത് ചുറ്റുപാടുകളെ, സറൗണ്ടിങ്സിനെ മോണ്ടിസോറി പഠനത്തിൽ കൊണ്ടുവന്നിട്ടാണ് ഓരോ കുട്ടികൾക്കും ഇന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് കൊടുക്കുന്നത്. ടെൻഡൻസീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെൻഡൻസീസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മോണ്ടിസോറി എന്ത് കൊടുത്തിരിക്കുന്നത്, പഠനത്തിന് ഊന്നൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പ്ലോറേഷൻ, ഓർഡർ, കമ്പാനിയൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ദെൻ അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, വർക്ക്. ഈ 14 കാര്യങ്ങളും ആരിൽ ഉണ്ടായിരിക്കണം, കുട്ടിയിൽ ഉണ്ടായിരിക്കണം. അത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് നടത്തുക, കുട്ടി പഠനത്തില് മുന്നോട്ട് പോവുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് പേജ് ഒന്ന് വായിക്കാം കേട്ടോ. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡേ. ചില പിക്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? പിക്ചർ കണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഒന്നിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പിക്ചർ ഉണ്ടായിരിക്കുന്നത്, വരയ്ക്കുന്നതാണെങ്കിൽ കൂടുതൽ സ്യൂട്ടബിൾ ആവാന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ വരയ്ക്കാൻ, അല്ലെങ്കിൽ പിക്ചേഴ്സ് കയ്യിൽ ഉണ്ടായിരിക്കാം. നമുക്കിത് പഠിക്കുമ്പോൾ കൂടുതൽ ഹെൽപ്ഫുൾ ആകും കേട്ടോ. അപ്പൊ സംഘടിപ്പിച്ചൊന്ന് വെക്കാനായിട്ട് നോക്കുക. കണ്ടോ? കാണുന്നില്ലേ? യെസ് മാം. നമ്മുടെ നോട്ട്സിൽ ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, റീഡ് ചെയ്തോളൂ.
ഈ ഒരു 14 ടെൻഡൻസീസ് കഴിഞ്ഞിട്ട് വരുന്ന പാരഗ്രാഫ് തുടങ്ങി കൾച്ചറൽ സബ്ജക്റ്റിന്റെ ക്ലാസ് റൂം വരെ ഒന്ന് വായിച്ചിട്ട് വരിക, എല്ലാവരും വായിച്ചിട്ട് വരിക കേട്ടോ. എന്നിട്ട് മനസ്സിലായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഞാനിപ്പോ വായിക്കാൻ പറഞ്ഞത് തുടങ്ങി. കൾച്ചറൽ സബ്ജക്ട്സിന്റെ ക്ലാസ് റൂം കൂടി വായിക്കണം അല്ലെ? അതുവരെ കേട്ടോ, അതുവരെ ഒന്ന് വായിച്ചിട്ട് വരിക. എന്നിട്ട് മനസ്സിലായ കാര്യങ്ങളൊന്ന് നോട്ടിലൊന്ന് പോയിന്റ് എടുക്കുക. വെറുതെ ലെക്ചർ നോട്ടായിട്ട് ഒന്ന് എഴുതിക്കൊണ്ട് വരിക. അങ്ങനെ കൂടി ചെയ്യാം. ഡീപ്പായിട്ട് എഴുതണമെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് ഒരു റഫായിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് ഒന്ന് എഴുതിക്കൊണ്ട് വരിക. അപ്പൊ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ മാം, താങ്ക്സ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. Bye.